നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നേരെ ഇരുട്ടുന്നതിന് മുൻപ് കഴുകിയിട്ട തുണികൾ നിനക്ക് എടുത്തൂടെ നിധി? അയ്യോ, ഞാനതങ്ങ് മറന്നു. മഴക്കാലമൊന്നും അല്ലല്ലോ, വെളിയിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നമ്മേ. നിനക്ക് എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ. ഇന്ന് നീയേ ഏത് അമ്പലത്തിലേക്കാ പോയിരുന്നത്? പാറേക്കാവിൽ അമ്പലത്തിലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലായിരുന്നു? അല്ല, നീ അമ്പലത്തിൽ നിന്ന് വരാൻ ഒരുപാട് വൈകിയല്ലോ. എന്തുപറ്റി? അവിടെ വിശേഷം വല്ലതും ഉണ്ടായിരുന്നോ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. സാധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗദേച്ചി എന്നെ വിളിച്ചു പറയുന്നതാ. ഇല്ലമ്മേ, അമ്പലത്തിൽ നിന്നേ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ വീട് വരെ ഒന്ന് പോയി അമ്മയെ കണ്ടാലോ എന്ന് തോന്നി. പിന്നെ അങ്ങോട്ട് പോയി, അതാ വൈകിയത്. ശരി. അല്ല, നീ തനിച്ചല്ലേ അമ്പലത്തിൽ പോയത്? പക്ഷേ തിരിച്ചു വന്നപ്പോ കൂടെ ഗൗതമും ഉണ്ടായിരുന്നല്ലോ. പറഞ്ഞെത്തി, തനിച്ചെവിടുന്ന് പോയ നിന്റെ കൂടെ ഗൗതം എങ്ങനെയാ വന്നത്? ചോദ്യം ചെയ്യല് കഴിഞ്ഞെങ്കിൽ പറയണം. പോലീസുകാരെ പോലെ അമ്മ നിധിയെ ചോദ്യം ചെയ്യുന്നത് ഞാൻ വാഷ്റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ടെറസിൽ കിടന്ന തുണിയൊക്കെ എടുത്തുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നത് നിധിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമല്ല. മനസ്സിൽ തോന്നിയൊരു സംശയം ചോദിച്ചോ, അത്രേ ഉള്ളൂ. അമ്മയുടെ സംശയം എന്താണ്? നിധി ഇവിടെ നിന്ന് പോയത് തനിച്ചായിരുന്നു, തിരിച്ചു വന്നത് ഞങ്ങൾ ഒരുമിച്ച്. അതാണോ പ്രശ്നം? അതെന്താ, റോഡിൽ കൂടെ നിധി നടന്നു വരുന്നത് കണ്ടാലും നിധി തനിച്ചല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അതുകൊണ്ട് നീ തനിച്ച് തന്നെ വീട്ടിലേക്ക് വന്നാ മതിയെന്ന് പറഞ്ഞ് വഴിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോരണോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഗൗതം, അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. ഒരു വഴിക്ക് വസുന്ധരാമ്മ, അടുത്ത വഴിക്ക് പാറുവമ്മ. രണ്ടുപേരും കൂടെ സംശയിച്ച് നമ്മളെ ഒരു വഴി ആക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നോ, എനിക്ക് വയ്യായേ. എന്ത് പറ്റി ഇപ്പൊ ഒരു കിടത്തം? ഭയങ്കര ശരീരവേദന. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്കല്ലേ അറിയൂ. ഒരു കാര്യം ചെയ്യും, കാല് നേരെ വെക്ക്. ഞാനേ വിരലിലെ ഞെട്ടൊടിച്ചു തരാം. ശരീരവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും. ഉള്ളതാവട്ടെ, ഞെട്ടെങ്കിൽ ഞെട്ട. തുടങ്ങിക്കോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു ചെറിയ ആശ്വാസമുണ്ട്. ഈ കയ്യിലെ ഞെട്ടോടൊന്ന് ഒടിച്ചിരുന്നെങ്കിൽ സുഖം കിട്ടിയനെ. എന്നെ ഇങ്ങോട്ട് കാണിക്കും. ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? അത്ര വലിയ ആശ്വാസമൊന്നുമില്ല. ഇപ്പോഴോ? ഓരാ. ഓഹോ, അങ്ങനെയാണോ? ഞാനേ നല്ല ആശ്വാസം ഉണ്ടാക്കി തരാവേ. ദൈവമേ, ഈ ലോകം മൊത്തം അറിയല്ലോ. അയ്യോ, ഇവിടെ